അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോട്രഡാം കത്തീഡ്രലിന്റെ പുനർനിർമ്മാണം വിശ്വാസ പൈതൃകം ഊട്ടിയുറപ്പിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ. അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലോറന്റ് ഉൾറിച്ചിന് അയച്ച സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചത്. പുനരുദ്ധാരണത്തിന് വിവിധ രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരെ പാപ്പ കൃതജ്ഞതയോടെ ഓർക്കുകയും അവരുടെ അക്ഷീണ പരിശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. പ്രതീകാത്മകവും പവിത്രവുമായ കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും മൂല്യം ഇപ്പോഴും സമൂഹത്തിൽ മനസ്സിലാക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നതിന്റെ തെളിവാണ് ഈ പുനരുദ്ധാരണമെന്നും പാപ്പ പറഞ്ഞു. AD 300 മുതൽ 800 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ നിർമ്മിക്കപ്പെട്ട 10 കൽപ്പനകൾ ആലേഖനം ചെയ്ത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിലാഫലകം ഈ മാസം ന്യൂയോർക്കിൽ വെച്ച് ലേലം ചെയ്യുമെന്ന് സോത്ബി ലേല സ്ഥാപനം അറിയിച്ചു. പാലിയോ ഹീബ്രു ലിപിയിൽ കൽപ്പനകൾ ആലേഖനം ചെയ്ത 52 കിലോഗ്രാം തൂക്കം വരുന്ന മാർബിൾ സ്ലാബാണ് ഡിസംബർ 18-ന് ലേലം ചെയ്യുന്നത്. 1913 ഇസ്രായേലിന്റെ തെക്കൻ തീരത്ത് റെയിൽവേ പാതയുടെ നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ ഈ സ്ലാബ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു പുരാവസ്തുവായി ആദ്യം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ വർഷം ഹെയ്തിയിൽ മരിച്ചവരുടെ എണ്ണം 5000 എത്തി നിൽക്കുമ്പോൾ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഹെയ്തിയിലെ ബിഷപ്പുമാർ. ഹെയ്തിയിലെ UN മനുഷ്യാവകാശ കമ്മീഷണർ വോൾക്കർ ടർക്ക് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വാരാന്ത്യത്തിൽ മാത്രം 200-ലധികം പേർ പോർട്ട് ഓ പ്രിൻസിൽ കൊല്ലപ്പെട്ടു. സിറ്റി സോലയിൽ ജില്ലയിലെ ഗുണ്ടാ നേതാവിന്റെ ഉത്തരമനുസരിച്ച് നടത്തിയ അക്രമ പ്രവർത്തനങ്ങളിലാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത്. അക്രമത്തിന് ആക്കം കൂട്ടുന്ന ആയുധ കച്ചവടം അവസാനിപ്പിക്കാൻ പ്രാദേശിക അധികാരികളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ബിഷപ്പുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടു. ലൂർദിലെ 71ാമത് അത്ഭുതത്തിന് അംഗീകാരം നൽകി കത്തോലിക്ക സഭ. ഇത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന ലൂർദ് മാതാവിൽ നിന്നും ലഭിക്കുന്ന 71ാമത്തെ അത്ഭുതമാണ്. 1923 ജോൺ ട്രെയിനറുടെ രോഗശാന്തി ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ ഭേദമായത് ഒരു അത്ഭുതമായി അംഗീകരിക്കപ്പെടണമെന്ന് വെളിപ്പെടുത്തി ഇംഗ്ലണ്ടിലെ ലിവർപൂളിലെ ആർച്ച് ബിഷപ്പ് മാൽക്കം മക്മോഹൻ രംഗത്തെത്തിയിരുന്നു. ലിവർപൂൾ അതിരൂപതയുടെ നേതൃത്വത്തിൽ ലൂർദിലേക്ക് നടന്ന തീർത്ഥാടനത്തിൽ 1923 ജോൺ ട്രെയിനറും പങ്കുചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ലൂർദിലേക്കുള്ള ആദ്യ തീർത്ഥാടനമായിരുന്നു അത്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഗുരുതരമായി പരിക്കേറ്റ ട്രെയിനറിനെ അപസ്മാരം, വലതുകൈക്ക് പക്ഷാഘാതം, കാലുകൾക്ക് സ്വമേധയായുള്ള ചലനക്കുറവ്, തലയൊട്ടിയിലെ പാരിറ്റൽ മേഖലയിൽ ദ്വാരം എന്നിവ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാമാണ് ലൂർദ് മാതാവിൽ നിന്നും സൗഖ്യം ലഭിച്ചത്. ദൈവശാസ്ത്ര പഠനം എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്നും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വിശ്വാസം ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുവാനും ദൈവശാസ്ത്ര പഠന കേന്ദ്രങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ. സംസ്കാര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ ആഭിമുഖ്യത്തിൽ ദൈവശാസ്ത്ര പഠനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് സന്ദേശം നൽകുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസമാണ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ച വത്തിക്കാനിൽ നടന്നത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.